ഇലക്ഷന് ശേഷം വെസ്റ്റ് ബംഗാളും PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നു. ഇനി രണ്ട് സംസ്ഥാനങ്ങൾ കൂടിയാണ് PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കാനുള്ളത്, കേരള ആൻഡ് തമിഴ്നാട്. എന്താണ് PMC പദ്ധതി? 2022-23 അധ്യയന വർഷം മുതൽ 2026-27 അധ്യയന വർഷം വരെ ഏകദേശം 16,500 സ്കൂളുകളെ ലക്ഷ്യം വെച്ച് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാമാണ് PMC പദ്ധതി അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. സ്കൂളുകളുടെ വികസനം ലക്ഷ്യം വയ്ക്കുന്ന ഈ പദ്ധതിയുടെ മൊത്തം ചെലവ് 27,360 കോടി രൂപയാണ്. ഈ മൊത്തം ചെലവിൻ്റെ 60% സെൻട്രൽ ഗവൺമെൻറ്റും ബാക്കി 40% അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും വഹിക്കണം എന്ന രീതിയിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഈ പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അതാത് സ്കൂളുകൾക്ക് പ്രതിവർഷം ഓരോ കോടി രൂപ ലഭിക്കുകയും അത് ആ സ്കൂൾ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാവുന്നതുമാണ്. 2022 ഈ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പ്രധാന സംസ്ഥാനങ്ങളായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ, കേരള, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ പദ്ധതിക്കെതിരായിരുന്നു. ആൻഡ് ഇതിലെ ഫൺ ഫാക്ട് എന്ന് പറയുന്നത് പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള UDF ഗവൺമെൻറ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ UDF സർക്കാർ എന്തായിരിക്കും PMC പദ്ധതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടു തന്നെ അറിയാം.